ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. മീനുകളിൽ മത്തി ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും മത്തി ഇഷ്ടമാണ്. പല രുചികളിൽ നമുക്ക് മത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും. പക്ഷേ മത്തിപ്പൊരിയുടെ ടേസ്റ്റ് എപ്പോഴും ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഉണ്ടാവും. നല്ല നാടൻ രുചിയിൽ മത്തിപ്പൊരി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ മത്തിപ്പൊരി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മത്തിയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 350 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ മത്തി എടുത്തിട്ടുള്ളത്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വരഞ്ഞു വെക്കില്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് വരഞ്ഞു കൂടി കൊടുക്കണം. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും തയ്യാറാക്കാം. അതായത് ഏത് ചെറിയ മീനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പൊരി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വലിയ മീനിൽ തയ്യാറാക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അതായത് നമുക്ക് ചെറിയ മീൻ നെത്തോലി, അതുപോലെ തന്നെ പാര മീനൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുട്ടി മീൻ. അപ്പോൾ അതുപോലുള്ള ഏത് മീനിലും നമുക്ക് ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊരിച്ചെടുക്കാനും ആവശ്യമായിട്ടുള്ള ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അതുപോലെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മുടെ ഈ മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇതുപോലെ മസാലയൊക്കെ മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടി മാറ്റിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഇതിങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത്രയും സമയം കൊണ്ട് ഈ മസാല കംപ്ലീറ്റ് മീനിൽ പിടിച്ചിട്ടുണ്ടാവും. ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഈ മസാലകളെല്ലാം മീനിൽ പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മസാല കൂട്ടും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ചെറിയ ജാറൊന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു 50 ഗ്രാം അളവിലാണ് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്രഷ് ചെയ്ത വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാക്സിമം തീരെ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് വളരെ ചെറുതായിട്ട് മാത്രമേ പൊടിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ പേരിലാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയും കൂടിയാണ്. 1/2 കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം മത്തി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ഒരുപാട് സമയത്ത് ഇങ്ങനെ അരച്ച് നല്ലതുപോലെ തരിതരിയായിട്ട് ആക്കാൻ പാടില്ല. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്. ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പീസായിട്ട് ആയാൽ മാത്രം മതിയാവും. നന്നായിട്ട് അരഞ്ഞു പോകരുത്. അതിൻ്റെ പേരിലാണ് ഫസ്റ്റിലെ ചെറിയ ഉള്ളി ചേർത്ത് കേട്ടോ. അതായത് ഫസ്റ്റിലെ തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ അരഞ്ഞിട്ടേ പിന്നീട് ചെറിയ ഉള്ളി അരയുള്ളൂ. അതിൻ്റെ പേരിലാണ് ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴത്തേക്കും അത് ഫസ്റ്റ് അരഞ്ഞ് കിട്ടും. ഇതുപോലെ ഈ ഒരു രീതിക്ക് മാത്രമേ കൃഷി ചെയ്തെടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ തേങ്ങയെല്ലാം ചെറുതായിട്ട് മാത്രമേ അരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഫ്രൈയിങ് പാൻ ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാട് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മീനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മീനെല്ലാം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇരുന്നാൽ മതിയാവും. നമ്മളിപ്പോൾ ഇത് മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതല്ലാതെ കുറച്ചും കൂടി കൂടുതൽ എണ്ണ ചേർത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. അതാകുമ്പോഴത്തേക്കും അത്രയും എണ്ണയും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ മീൻ നമ്മൾ സാധാരണ പൊരിക്കാൻ വേണ്ടി എത്രത്തോളം എണ്ണ ചേർക്കുന്നോ അത്രയും എണ്ണ ചേർത്തൊന്ന് പൊരിച്ചൊന്ന് മാറ്റിയതിന് ശേഷം രണ്ടാമത് എണ്ണ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ തയ്യാറാക്കിയെടുക്കുമ്പോഴത്തേക്കും ആ എണ്ണയുടെ കൂടെ ആ മസാല കുറേയൊക്കെ അങ്ങ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് എണ്ണ തന്നെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ ഈ മീനിൻ്റെ ഒരു സൈഡൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ കടായിൽ നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നമുക്കിങ്ങനെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നത്. അതല്ല നമ്മൾ സാധാരണ ഇരുമ്പിൻ്റെ കടായിലോ
അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണയുടെ ആവശ്യം വരും. നമ്മുടെ മീനെല്ലാം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരിഞ്ഞ് ചേർക്കരുത്, ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാം. മീൻ നല്ലതുപോലെ തിരിച്ചിട്ടതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതാണ് ഒരല്പം വെളുത്തുള്ളി അല്ലിയും കൂടി. അതായത് ഞാനിപ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഇതിലേക്ക് പിന്നെ വേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പില ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് വേണം ചേർക്കാനായിട്ട്. കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മുടെ ഈ മീനിൻ്റെ മറു സൈഡും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ മറു സൈഡ് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങാ മസാല കൂട്ടും കൂടിയാണ്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് പുളിവെള്ളം കൂടി. ഇതുപോലെ വളരെ കുറഞ്ഞ അളവിൽ പുളിവെള്ളം മതിയാവും. ഇതിന് മുകളിൽ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ തേങ്ങാ മസാലയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ നേരത്തെ മീൻ പൊരിച്ച സമയത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ എല്ലാം കൂടി നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീനൊന്നും പൊടിയാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്തെല്ലാം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. മീനൊന്നും പൊടിയാതെ തന്നെ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ മീനിലെ മസാലയൊക്കെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങാ മസാലയിൽ പിടിച്ചിട്ട് വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ പുളിയും ആ തേങ്ങയുടെ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിച്ചിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് മാത്രം നമ്മൾ അടച്ച് വെച്ചിരുന്നാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറി കിട്ടിക്കോളും. ഇതിപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ആ തുറക്കുമ്പോൾ തന്നെ എന്താ മണം എന്നറിയാമോ? ഇതിന് എത്രത്തോളം രുചിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഈ മത്തിപ്പൊരി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും അതല്ല നമ്മൾ സാധാരണ മീൻ പൊരിച്ചത് എന്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ കഴിക്കുമോ അതിൻ്റെ കൂടെ എല്ലാം വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ തന്നെ വേണമെന്നില്ല. ദോശയുടെ കൂടെ ആണെന്നുണ്ടെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ മീൻ പൊരിച്ചതൊക്കെ സൂപ്പറായിട്ടുണ്ടാകും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.